മികച്ച പാർലമെന്റേറിയൻ ആവുക എന്നത് എളുപ്പമല്ല. നല്ല ഗ്രഹപാഠവും ഏകോപന മികവും കാര്യക്ഷമതയും വേണം. താൻ ഒരു മികച്ച പാർലമെന്റേറിയൻ ആകുമെന്ന് ഉറച്ച മനസ്സോടെയാണ് വടകര MP ഷാഫി പറമ്പിൽ ഡൽഹിക്ക് വണ്ടി കയറിയത്. ലോക്സഭാ സ്പീക്കറുടെ അടക്കം പ്രശംസയും ഇന്ത്യ മുഴുവനും ശ്രദ്ധിക്കപ്പെട്ട മനോഹരമായ പ്രസംഗവും ഇംഗ്ലീഷിൽ എഴുതിക്കൊണ്ടുവന്നതല്ല, പഠിച്ചു വന്നതല്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം ഈ യുവനേതാവ് ആദ്യം പോയത് പ്രവാസികളുടെ അടുത്തായിരുന്നു. അന്ന് പ്രവാസി സമൂഹം ഒരു യുവ നേതാവിന് ഇതുവരെ കൊടുത്തിട്ടില്ലാത്ത വരവേൽപ്പായിരുന്നു ഷാഫിക്ക് നൽകിയത്. പാർലമെന്റിൽ എത്തിയപ്പോഴും തന്റെ സ്വീകാര്യ അവതരണം ആ പ്രവാസികൾക്ക് കൂടി വേണ്ടിയായിരുന്നു. വടകരയിലെ പ്രവാസികൾക്ക് മാത്രമല്ല, കേരളത്തിലെ പ്രവാസികൾക്ക് വേണ്ടി മാത്രമല്ല, ഇന്ത്യയിലെ പ്രവാസികൾക്ക് വേണ്ടി. അതിന് പറയാൻ പറ്റിയ ഉദാഹരണം ആടുജീവിതം തന്നെ. 11,40,16 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ഷാഫി ജയിച്ചത് മലപ്പുറമോ പൊന്നാനിയോ വയനാടോ അല്ല, CPM കോട്ടയായ വടകരയിൽ. CPMന് ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയായ ശൈലജ ടീച്ചറെ തോൽപ്പിച്ചാണ് ഷാഫി പറമ്പിൽ ജയിച്ചത്. ആദ്യമായി MP ആയ ഷാഫി തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് സ്വകാര്യ ബില്ല് അവതരിപ്പിച്ച് സ്പീക്കർ ഓം ബിർളയുടെ അഭിനന്ദനം നേടി. തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം 400 രൂപയാക്കണമെന്നും ഒരു വർഷം ചുരുങ്ങിയത് 150 ദിവസം ജോലി നൽകണമെന്നും ഭേദഗതി ചെയ്യുന്ന സ്വകാര്യ ബില്ലാണ് സഭയുടെ പരിഗണനയ്ക്ക് വെച്ചത്. എല്ലാ MP മാരും ഇത് മാതൃകയാക്കണമെന്ന് സന്തോഷത്തോടെ സ്പീക്കർ സഭയോട് പറഞ്ഞു. ചില MP മാർ എത്ര പ്രേരിപ്പിച്ചാലും വാ പോലും തുറക്കാത്ത പശ്ചാത്തലത്തിലാണ് സ്പീക്കർ ഷാഫിയെ അഭിനന്ദിച്ചത്. കഴിഞ്ഞ ലോക്സഭയിൽ ഒരു വട്ടം പോലും സഭയിൽ ശബ്ദമുയർത്താത്ത MP മാരുടെ പട്ടിക പുറത്തു വന്നിരുന്നു. കഴിഞ്ഞ ദിവസം അവധിക്കാലത്ത് ഉയർന്ന നിരക്ക് ഈടാക്കി പ്രവാസികളെ വിമാന കമ്പനികൾ കൊള്ളയടിക്കുന്നതിനെ ആടുജീവിതം സിനിമയടക്കം പരാമർശിച്ച് ഷാഫി പറമ്പിൽ അവതരിപ്പിച്ചിരുന്നു. തന്റെ ആദ്യ സ്വകാര്യ പ്രമേയത്തിലാണ് ഷാഫി പ്രവാസികൾ കാലങ്ങളായി കൊള്ളയടിക്കപ്പെടുന്നത് ചൂണ്ടിക്കാട്ടിയത്. പ്രസംഗത്തിനിടയിൽ ഇടപെട്ട സ്പീക്കർ ഓം ബിർള ഇക്കാര്യത്തിൽ വ്യോമയാന മന്ത്രി നടപടിയെടുക്കണമെന്നും വിമാന കമ്പനികളോടെല്ലാം സംസാരിക്കണമെന്നും ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം ചോദ്യോത്തരവേളയിലും ഷാഫി പറമ്പിലും KC വേണുഗോപാലും കൊടിക്കുന്നിൽ സുരേഷും ഇത് സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. വിമാന നിരക്ക് നിശ്ചയിക്കുന്നത് കമ്പോളവും ആവശ്യങ്ങളും അടിസ്ഥാനവുമാക്കിയാണെന്നും നിരക്ക് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതെന്നും ഉന്നതതല സമിതിയെ നിയോഗിക്കുമെന്നും വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു മറുപടി നൽകി. കമ്പോളവും ആവശ്യവും എന്ന മന്ത്രിയുടെ പ്രസ്താവനയെ ഉദാഹരണ സഹിതം ഷാഫി ഖണ്ഡിച്ചു. അവധിക്കാലത്ത് നാട്ടിൽ വരേണ്ട പ്രവാസികളെ വിമാന കമ്പനികൾ ഒന്നിച്ച് മനഃപൂർവ്വം ചൂഷണം ചെയ്യുകയാണെന്ന് ഷാഫി പറഞ്ഞു. കൊച്ചിയിൽ നിന്ന് ദുബായിലേക്ക് ജൂലൈ 27-ന് വിമാന നിരക്ക് ഇന്ത്യയിൽ നിന്ന് 19,062 രൂപയാണ്. 3 സീറ്റ് മാത്രമാണ് ബാക്കി. അതേ വിമാനത്തിന് ഓഗസ്റ്റ് 31-ന് 77,573 രൂപയാണ്. അന്ന് 9 സീറ്റാണ് ബാക്കി. 3 സീറ്റ് ബാക്കിയുള്ളപ്പോൾ 19,062 രൂപയും 9 സീറ്റ് ബാക്കിയുള്ളപ്പോൾ 77,573 രൂപയും എന്നത് എന്ത് കമ്പോളവും ആവശ്യവുമാണ്. പ്രവാസികളെ എങ്ങനെയാണ് അവധിക്ക് വീട്ടിലിരിക്കാൻ കഴിയുക, തിരിച്ചു പോകാൻ സാധിക്കുക? വിമാന നിരക്കിലെ കൊള്ള ചൂണ്ടിക്കാണിക്കുക മാത്രമല്ല പാർലമെന്റിൽ ഷാഫി MLA ചെയ്തത്, പ്രവാസിയുടെ യഥാർത്ഥ ജീവിതം വരച്ചു കാണിക്കുക കൂടിയാണ് ചെയ്തത്. ഭൂരിഭാഗവും കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന സാധാരണക്കാരാണ്. വർഷത്തിൽ ടിക്കറ്റ് ലഭിക്കാത്ത, ഭക്ഷണമോ താമസ സ്ഥലമോ ഇല്ലാത്തവരാണ് പലരും. അച്ഛനമ്മമാരുടെ ചികിത്സയ്ക്കും കുട്ടികളുടെ പഠിപ്പിനുമായി ദുരിതം അനുഭവിക്കുന്ന പൃഥ്വിരാജ് അനുഭവിച്ച ആടുജീവിതം എന്ന സിനിമയുണ്ട്. വർഷങ്ങളായി മരുഭൂമിയിൽ ആട് മേയ്ക്കേണ്ടി വന്നയാളുടെ ജീവിതകഥ. അങ്ങനെ എത്രയോ പേര് സമാന ജീവിതം നയിക്കുന്നു. 4 അംഗ കുടുംബത്തിന് വർഷത്തിലൊരിക്കൽ നാട്ടിലേക്ക് വരാൻ മാത്രം 3 ലക്ഷം വേണം. എല്ലാ ചെലവുകളും കഴിച്ച് അവർ നീക്കി വെക്കുന്ന തുക ടിക്കറ്റ് വാങ്ങാൻ പോലും തികയുമോ? വർഷം 1.1 ലക്ഷം കോടിയാണ് പ്രവാസികളിൽ നിന്ന് ലഭിക്കുന്നത്. നമ്മൾ എന്താണ് അവർക്ക് തിരിച്ചു നൽകുന്നത്? എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണലിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലാണ് വിമാന നിരക്ക് കൂടുതൽ, 41% വർധന. ഗൾഫ് മേഖലയിലെ അനിയന്ത്രിതമായ വിമാന നിരക്കിനെ കുറിച്ച് അടിയന്തരമായി അന്വേഷണം നടത്തി ഉചിതമായ നടപടി സ്വീകരിക്കണമെന്ന് ഷാഫിയെ പിന്തുണച്ച് NK പ്രേമചന്ദ്രൻ MLA ആവശ്യപ്പെട്ടിരുന്നു.